ലോക്സഭാ തെരഞ്ഞെടുപ്പ് തോൽവി ഉത്തരവാദിത്തം ഏറ്റെടുത്താണ് രാജി. നോബൽ തുടരുന്നുണ്ട്. നോബൽ, അധീർ രഞ്ജൻ ചൗധരി MP അല്ല നിലവിൽ. കഴിഞ്ഞ ലോക്സഭയിൽ 17ാം ലോക്സഭയിൽ കോൺഗ്രസിൻ്റെ ലോക്സഭയിലെ നേതാവിന് പശ്ചിമ ബംഗാളിൽ അടിതെറ്റുകയാണ്. സ്വാഭാവികമായും തൃണമൂൽ കോൺഗ്രസ് മമതാ ബാനർജി അധീർ രഞ്ജനെ തോൽപ്പിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള വളരെ ബോധപൂർവമുള്ള ശ്രമം നടത്തിയിരുന്നു. അധീർ രഞ്ജൻ ഇപ്പോൾ PCC അധ്യക്ഷ സ്ഥാനം രാജിവെക്കുമ്പോൾ AICC അത് അംഗീകരിക്കുന്നുണ്ടോ? നികേഷ്, അധീർ രഞ്ജൻ ചൗധരി നിലവിൽ PC അധ്യക്ഷ സ്ഥാനം ഒഴിഞ്ഞുകൊണ്ടുള്ള കത്ത് മല്ലികാർജ്ജുൻ ഖാർഗെക്ക് നൽകി എന്നാണ് ബംഗാളിൽ നിന്നുള്ള വൃത്തങ്ങൾ വ്യക്തമാക്കുന്നത്. പക്ഷേ ഇത് സ്വീകരിച്ചതുമായി ബന്ധപ്പെട്ട തീരുമാനം എന്താണെങ്കിലും ഹൈക്കമാൻഡിന്റെ ഭാഗത്ത് ഉണ്ടായിട്ടില്ല. അധീർ രഞ്ജൻ ചൗധരി തുടരണം എന്ന താല്പര്യമാണ് ഹൈക്കമാൻഡിൽ ഉള്ളത് എന്നറിയുന്നു. പക്ഷേ അതേസമയം അധീർ രഞ്ജൻ ചൗധരിക്കിടയിൽ വലിയ അതൃപ്തി ഉണ്ട് എന്നാണ് വിവരം പുറത്തേക്ക് വരുന്നത്. പ്രത്യേകിച്ച് അധീർ രഞ്ജൻ ചൗധരി പശ്ചിമ ബംഗാൾ കേന്ദ്രീകരിച്ചുകൊണ്ട് കോൺഗ്രസിന് വേണ്ടിയെടുത്ത തീരുമാനങ്ങൾ പല ഘട്ടങ്ങളിലും തൃണമൂൽ കോൺഗ്രസുമായുള്ള പിണക്കത്തിലേക്ക് എത്തിച്ചിരുന്നു. ആ ഘട്ടത്തിൽ ഒന്നും ദേശീയ നേതൃത്വത്തിൻ്റെ ഒരു പിന്തുണ അധീർ രഞ്ജൻ ചൗധരിക്ക് ഉണ്ടായില്ല എന്നത് യാഥാർത്ഥ്യമാണ്. ബെറാംപൂരിൽ അദ്ദേഹം മത്സരിക്കുമ്പോൾ പോലും ആരും പ്രധാനപ്പെട്ട ഒരു നേതാവും അദ്ദേഹത്തിന് വേണ്ടി പ്രചാരണത്തിനെത്തിയില്ലെന്ന് മാത്രമല്ല, പല ഘട്ടങ്ങളിലും മമതാ ബാനർജിയെ പ്രീതിപ്പെടുത്തുന്ന അല്ലെങ്കിൽ മമതാ ബാനർജിയെ പിണക്കാത്ത നിലപാടുകളും പ്രസ്താവനകളുമാണ് ദേശീയ നേതൃത്വത്തിന്റെ ഭാഗത്ത് ഉണ്ടായത്. ഇതൊക്കെ അധീർ രഞ്ജൻ ചൗധരിയുടെ തോൽവിയിലേക്ക് ഉൾപ്പെടെ, പ്രത്യേകിച്ച് പാർട്ടിക്ക് പോലും വേണ്ട പിന്തുണ ലഭിക്കാത്ത തോൽവിയിലേക്ക് ഉൾപ്പെടെ നയിച്ചു എന്നൊരു വികാരം അദ്ദേഹത്തിനൊപ്പമുള്ള ആളുകൾക്കും ഉണ്ട് എന്നുകൂടി സൂചനകൾ പുറത്തേക്ക് വരുന്നുണ്ട്. എന്താണെങ്കിലും നേരത്തെ തന്നെ ഈ തോൽവിക്ക് പിന്നാലെ തന്നെ രാജ്യസന്നദ്ധ അദ്ദേഹം അറിയിച്ചതാണ്. പക്ഷേ ഇത്ര ദിവസം പിന്നിട്ട് വരെ തീരുമാനം ഉണ്ടാകാത്ത പശ്ചാത്തലത്തിലാണ് രാജിക്കത്ത് കൈമാറിയത് എന്നാണ് സൂചനകൾ ഇപ്പോൾ പുറത്തേക്ക് വരുന്നത്. എന്താണെങ്കിലും ഹൈക്കമാൻഡാണ് ഇതിലൊരു തീരുമാനം എടുക്കേണ്ടത്. രാജി സ്വീകരിക്കുമോ അതോ ഇല്ലയോ? പക്ഷേ രാജി സ്വീകരിക്കണമെന്ന ഉറച്ച നിലപാടിൽ അധീർ രഞ്ജൻ ചൗധരി ഉറച്ചു നിൽക്കുന്നു എന്നാണ് വിവരമുള്ളത്. പ്രത്യേകിച്ച് ലോക്സഭയിലെ കക്ഷി നേതാവ് കൂടിയായിരുന്നു അദ്ദേഹം. യൂസഫ് പത്താനോടാണ് അവിടെ തോൽക്കുകയും ചെയ്തത്. അത്തരത്തിൽ ഒരു തോൽവി ഉണ്ടായ പശ്ചാത്തലത്തിൽ അദ്ദേഹത്തിന്റെ തോൽവി മാത്രമല്ല, സംസ്ഥാനത്ത് മൊത്തത്തിൽ കോൺഗ്രസിനുണ്ടായ തോൽവിയുടെ ഉൾപ്പെടെ ഉത്തരവാദിത്തം ഏറ്റെടുത്തുകൊണ്ടാണ് തന്റെ ഈ രാജി എന്നുകൂടി അധീർ രഞ്ജൻ ചൗധരി വ്യക്തമാക്കുകയാണ്. നിരന്തരം ജയിച്ചു വന്നിരുന്ന മണ്ഡലത്തിലാണ് അദ്ദേഹം തോൽവി ഉണ്ടായത് എന്നും ഏറെ പ്രധാനപ്പെട്ടതാണ്. എന്താണെങ്കിലും ദേശീയ നേതൃത്വത്തിന് രാജിക്കത്ത് കൈമാറി എന്ന വിവരം തന്നെയാണ് ബംഗാളിൽ നിന്ന് പുറത്തേക്ക് വരുന്നത്. ഇതിലൊരു തീരുമാനം, രാജി സ്വീകരിച്ചതുമായി ബന്ധപ്പെട്ട തീരുമാനമോ ഔദ്യോഗികമായ പ്രഖ്യാപനമോ കോൺഗ്രസിന്റെ ഭാഗത്തുനിന്ന് ഈ ഘട്ടത്തിൽ ഉണ്ടായിട്ടില്ല. നികേഷ്, നോബൽ മാരിക്കാരനാണ് വിശദാംശങ്ങൾ നൽകുന്നത്.